നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ എന്നാലേ മനസ്സിലാവുള്ളൂ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ആണ് കാണേണ്ടത് അല്ലെ? റേഡിയസ് ആണ് കാണേണ്ടത്. ഇവിടെ കറക്റ്റ് ഈ മുകളിൽ ആംഗിൾ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ഇവിടെ വരച്ചു കൊടുത്ത് ക്രിയേറ്റ് ചെയ്യണം. മുകളിലത്തെ ആംഗിൾ എത്ര എടുക്കുക? ഇതെങ്ങനെ 45 വന്നത്? 180 നിന്ന് 135 മൈനസ് ചെയ്യണം. കാരണം സൈക്ലിക് കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്ത 180 കിട്ടും. സോ ഇനി പറഞ്ഞോളൂ, എന്താണ് 2r കാണാനുള്ള ഇക്വേഷൻ? കോഡ് എത്രയാണ്? 3/sin45. ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം വരിക എന്താണെന്നറിയോ? sin 45 എത്രയെന്ന് അറിയൂല. sin 45 അറിയാത്തവർ ഇതാണ് ചെയ്യേണ്ടത്. ട്രയാങ്കിൾ വരച്ചു നോക്കുക. 45ന്റെ ട്രയാങ്കിൾ വരച്ചു നോക്കുക. അല്ലെ 45ന്റെ ട്രയാങ്കിൾ അല്ലെ? ഒന്ന് പറഞ്ഞ ബേസ് ഇട്ട 1/√2 അല്ലെ? സോ what is sin 45? ഇതാണ് 45. 45ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 1/√2. സോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും 2r is equal to 3/sin 45 എത്രയാണ്? 1/√2. ഇവിടെ ഈ 2 ഈ റൂട്ടിന്റെ ഉള്ളിലത്തെ 2 കൂടി കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ചെയ്യേണ്ടത്. നേരെ നോക്കിയിരുന്നോളൂ. 2r is equal to നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ. ഈ 3 ഞാൻ അതുപോലെ എഴുതുകയാണ്. ഫ്രാക്ഷന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാലേ റെസിപ്രോക്കല് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ ഡിവിഷൻ ഉള്ളത് എന്താക്കണം? മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. 1/√2 എന്താക്കണം? √2/1 എന്ന റെസിപ്രോക്കൽ എഴുതണം. റെസിപ്രോക്കൽ എന്നാണ് പറയുക. തല തിരിച്ചിടുന്നതിന് റെസിപ്രോക്കൽ എന്നാണ് പറയുക. സോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. 2r is equal to 3√2 എന്ന് കിട്ടും. ഇതിൽ എങ്ങനെ r കണ്ടുപിടിക്കുക? r എങ്ങനെ കണ്ടുപിടിക്കും? 3√2/2 ആണ്. 3√2/2 ആയിരിക്കും ആൻസർ. സോ വെരി സിമ്പിൾ ആണ്. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വേഗം ചെയ്തു നോക്കൂ. വേഗം ഒരു പ്രാവശ്യം കൂടി ചെയ്തു നോക്കൂ.